അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിൾ 2025 അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്ന ഉടനെ തന്നെ അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ എടുത്തിട്ട് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക, മൊബൈൽ ഫോണിലൂടെ അദ്ദേഹം ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത്. സോ അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതുപോലെ പരമാവധി നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് SSCൻ്റെ KKR വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്നായിരുന്നു നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഒരു രീതി മാറിയിട്ടുണ്ട്. പലരും ഇത് അറിഞ്ഞു കാണില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായി നോക്കാം. അതുപോലെ തന്നെ SSCൻ്റെ ഏതൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സൈലത്തിൽ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു വർഷം SSC ഏതൊക്കെ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ക്ലാസ് നിങ്ങൾക്ക് ഒറ്റ ബാച്ചിലൂടെ, അതായത് SSC റെഗുലർ പൈനീർ ബാച്ച് 2.0 നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ എക്സാമിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഈ നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സോ ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ അദ്ദേഹം ഫോണിൽ ചെയ്ത് കാണിക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യം തന്നെ SSCൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പരീക്ഷ നടക്കുന്നത് 4-ാം തീയതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതിന് 4 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് കിട്ടത്തുള്ളൂ. എവിടെ വെച്ചാണ് നടക്കുന്നത്, അതുപോലെ തന്നെ പരീക്ഷൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ യൂസർ ID അതുപോലെ തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യൂസർ IDയും പാസ്വേഡൊക്കെ കൊടുത്തു, ക്യാപ്ച കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിലേക്ക് കൊടുക്കാൻ പോകും. ക്യാപ്ച ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്യാപ്ചയും കൂടി കൊടുത്തിട്ട് നേരെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്കായിരിക്കും അദ്ദേഹം എൻ്റർ ആവുന്നത്. അപ്പോൾ ആ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാര്യമൊക്കെ ഒന്ന് ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ബാക്കിയുള്ള എല്ലാം അദ്ദേഹം തന്നെ ബ്ലർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം GD കോൺസ്റ്റബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. 2025 സെലക്ട് ചെയ്യുകയാണ്. ചെക്ക് സ്റ്റാറ്റസ്, നമ്മൾ സാധാരണ സ്റ്റാറ്റസ് നോക്കിയതുപോലെ തന്നെ അത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് ബോക്സ് അതുണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ തന്നെ കാണിച്ചു തരാം. ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസർ ID, അതായത് രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്, പിന്നെ ഈ ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ വരും. അവിടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ കണ്ട അതേ ഓപ്ഷൻ, അതായത് ഇവിടെ എക്സാമിനേഷൻ SSC GD കോൺസ്റ്റബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 2025 സെലക്ട് ചെയ്യുക. എന്നിട്ട് ചെക്ക് എക്സാം സ്റ്റാറ്റസ്, അതായത് ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കുക. അതിൻ്റെ അടിയിൽ ആ സുഹൃത്ത് ചെയ്തതുപോലെ തന്നെ ടിക്ക് ബോക്സ് ചെയ്തിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവില്ല ചിലവർക്ക്, അത് ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ 4 ദിവസം മുമ്പ് മാത്രമേ വരത്തുള്ളൂ. വന്നിട്ടില്ല എന്ന് കരുതി നിങ്ങൾ പാനിക് ആവേണ്ട, വരാനാവുന്നതേ ഉള്ളൂ.